ഈ ഒരു ചൂടുള്ള അതേപോലെ തന്നെ വരണ്ട കാലാവസ്ഥയിൽ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക, അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മൾ കുറച്ചല്ല കുറച്ചധികം തന്നെ നല്ല കെയർ കൊടുത്താലേ ഈ ഒരു ക്ലൈമറ്റിൽ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് നമ്മൾ ഫേസിലാണെങ്കിലും ഫേസ് നല്ലൊരു സ്മൂത്തായിട്ടും സോഫ്റ്റ് ആയിട്ടിരിക്കാനൊക്കെ മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഫുൾ ബോഡിയിലൊക്കെ ആണെങ്കിലും നമ്മൾ ബോഡി ലോഷൻസ് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോഴാണ് നമ്മുടെ സ്കിൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുക. പക്ഷേ ഇന്ന് നമ്മൾ കാണിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 2 in 1 എന്നൊക്കെ പറയാം. നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം, ഫേസിൽ അപ്ലൈ ചെയ്യാം, അതായത് നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്യാം, കാലിൽ അപ്ലൈ ചെയ്യാം, നെക്കിൽ, അങ്ങനെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളുടെ മാമ എർത്തിൻ്റെ ബീട്രൂട്ട് ഹൈഡ്രാ ഫുൾ ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഭയങ്കര ലൈറ്റായിട്ടുള്ള ഒരു ടെക്സ്ചറാണ് വരുന്നത്. പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്, നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ സ്റ്റിക്കി ഫീലൊന്നുമില്ല. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് അബ്സോർബായിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, ഒട്ടിപ്പിടിക്കും ഗ്രീസി അങ്ങനത്തെ ഫോമിലൊന്നുമല്ല കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്കൊരു വാട്ടറി എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബായിട്ട് നല്ലൊരു ഗ്ലോ പോലെയൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം വരുന്നത് 200 ഗ്രാമിൻ്റെ ഒരു ഇതിലാണ് കേട്ടോ. അതേപോലെ തന്നെ 24 hours ഹൈഡ്രേഷൻ മോയ്സ്ചറൈസേഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ഈ ഒരു റേഞ്ചിൽ വരുന്നതിൽ ബീട്രൂട്ട് നമ്മുടെ ശരിക്കും എന്തിനാ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹ്യാലറോണിക് ആസിഡ് വരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്കറിയാം. ഈ ഒരു ഹ്യാലറോണിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ ഹൈഡ്രേഷൻ കൂട്ടാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്, മോയ്സ്ചർ ലോക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അതുപോലെ തന്നെ നോൺ ഗ്രീസി ആൻഡ് ക്വിക്ക് അബ്സോർബിങ് ആയിട്ടുള്ള ഒരു ക്രീം എന്ന് പറയാം. അപ്പോൾ ഇത് നമുക്കുണ്ടോ ഫേസിലാണെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരുപാടിട്ട് റബ്ബ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈസി നമ്മൾ തുടയ്ക്കുമ്പോഴേക്കും ആ ഒരു വെള്ളം പോലെ അല്ലെങ്കിൽ ജെല്ല് പോലെയൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് ഇതായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ്, പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഒറ്റ ബോട്ടിൽ മേടിച്ചാൽ നമുക്ക് ചിലർക്ക് മടിയാണ്, പ്രത്യേകിച്ച് മുഖത്തേക്കൊന്ന് മേടിക്കുക അല്ലെങ്കിൽ ഒരു ബോഡി ലോഷൻ മേടിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ സ്കിന്നിലേക്ക് ഈസി ആയിട്ട് അബ്സോർബ് ആവും കേട്ടോ. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒറ്റ പ്രൊഡക്റ്റിൽ കഴിയും. ഇതിൻ്റെ തന്നെ നമുക്ക് വേറെയും വിറ്റാമിൻ സിയിൽ വരുന്ന ഒരു റേഞ്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ കൊക്കോ അതിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റുകൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണിക്കുന്ന പ്രൊഡക്റ്റൊക്കെ നമുക്ക് മാമ എർത്തിൻ്റെ സൈറ്റിലും ആമസോണിലും നൈക്കയിലും പേർപ്പിളിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ മാമ എർത്തിൻ്റെ സൈറ്റിൽ നിന്നാണ് മേടിക്കണമെങ്കിൽ നമ്മളൊരു കൂപ്പൺ കോഡ് കൊടുക്കാം. എൻ്റെ ഈ ഒരു സ്ട്രീറ്റ് 2025 എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ മാമ എർത്തിൻ്റെ പ്രൊഡക്റ്റിൽ അങ്ങനെ ഭയങ്കര എന്താ പറയുക ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ സ്കിന്നിൽ ജെൻറ്റലായിട്ടും സേഫായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാലൊക്കെ ആണെങ്കിലും ഈ ഒരു സമയത്തൊക്കെ എൻ്റെ മെയിനായിട്ട് എനിക്ക് ഫേസിന് വലിയ ഇഷ്യൂ ഒന്നുമില്ലെങ്കിലും കയ്യും കാലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക തോലൊക്കെ പോയി കുരുവൊക്കെ വന്ന് ഭയങ്കരമായിട്ട് എനിക്ക് ശരിക്കും ഈ ഒരു ക്ലൈമറ്റ് എന്നെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറേയൊക്കെ ഒരു പരിധി വരെ എന്നെ ഇങ്ങനത്തെ ലോഷൻസൊക്കെ യൂസ് ചെയ്യുമ്പം സ്കിന്നിനെ ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കയ്യിലും കാലിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ കയ്യിൻ്റെ ഒക്കെ എൻ്റെ കാണണം അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെയാണ്. നമ്മൾ ഒന്നും കെയർ ചെയ്യാണ്ട് വിട്ടുകഴിഞ്ഞാൽ ഭയങ്കര ശോകമാണ് ശരിക്കും എൻ്റെ കയ്യും കാലും കേട്ടോ. വേറെ അങ്ങനെ ബോഡിയിലൊന്നും അല്ലെങ്കിൽ മുഖത്തൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറില്ല. പക്ഷെ എന്താണെന്നറിയില്ല, പെട്ടെന്ന് തന്നെ കയ്യും കാലൊക്കെയാണ് ഇത് അഫക്റ്റ് ചെയ്യണത്. പിന്നെ അതേപോലെ തന്നെ ഇത് മാമ എർത്തിൻ്റെ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇതും എല്ലാം തന്നെ 200 ഗ്രാമിൻ്റെയാണ് കേട്ടോ വരുന്നത്. ഇതിൽ മെയിനായിട്ടും ഈ ഒരു വിറ്റാമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ടേമറിക് വരുന്നുണ്ട്. അത് നമ്മുടെ സ്കിന്നിലെ ആ ഒരു നാച്ചുറൽ ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. മാമ എർത്തിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ മേടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറയട്ടെ. കാരണം അവർ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഓരോ പ്രൊഡക്റ്റിലും വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് അവർ കുറേ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഒനിയൻ ഷാമ്പൂവിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളതൊക്കെ അറിയിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതേപോലത്തെ പാക്കേജിങ്ങിലാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. മാമ എർത്തിൻ്റെ പ്രൊഡക്റ്റുകൾ നമുക്ക് ഈ ഒരു സൈറ്റുകളിൽ മാത്രമല്ല കേട്ടോ മേടിക്കാൻ കിട്ടാൻ. നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിലൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ മാമ എർത്തിൻ്റെ മിക്കവാറും എല്ലാ റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകളും അതേപോലെ തന്നെ അവർ പുതുതായിട്ട് ലോഞ്ച് ചെയ്യുന്ന പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് നോക്കിയാൽ കാണാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാവുന്നതാണ്.
അപ്പം ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഏതൊരു മോയ്സ്ചറൈസർ ആണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കുളി കഴിഞ്ഞ് വന്നാണ് ഫേസിലാണെങ്കിൽ നമ്മുടെ സ്കിന്നിലൊക്കെ ആണെങ്കിലും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് ഫ്രഷ് ആയിട്ട് അത് സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. അല്ലാണ്ട് നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയി വരികതിന് ശേഷം ഫേസ് ഒന്ന് വാഷ് ചെയ്യാണ്ട് അങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര നന്നായിരിക്കില്ല. അപ്പോൾ ഇത് നമ്മളുടെ ഈ ഒരു വിറ്റാമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നെ ഗ്ലോ ചെയ്യിക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൽ ഈ വിറ്റാമിൻ സിയിലാണെങ്കിലും നമുക്കങ്ങനെ പറയത്തക്ക വിധത്തിലുള്ള നമുക്ക് ആ ഒരു സ്മെല്ലില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുത്തുന്ന കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കാറുണ്ട് പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് അതിൽ ഫ്രാഗ്രൻസ് ഉണ്ടോയെന്ന്. അങ്ങനെ കാര്യപ്പെട്ട ഫ്രാഗ്രൻസ് ഒന്നും നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ വരുന്നില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് 399 ഒക്കെ കാണിക്കേണ്ട, പക്ഷെ നമ്മൾ ഓഫർ എടുക്കുന്ന സമയത്ത് ആ ഒരു റേറ്റ് ഒന്നും വരില്ല കേട്ടോ. പിന്നെ നമുക്ക് ഒരു മോയ്സ്ചറൈസർ ആയാലും നമുക്ക് നോർമലി മേടിക്കുന്ന മോയ്സ്ചറൈസറിനൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ബ്രാൻഡൊക്കെ നോക്കി മേടിക്കുകയാണെങ്കിൽ റേറ്റ് വരാറുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ റൈസ് വാട്ടറിൻ്റെ ആ ഒരു റേഞ്ചിൽ വരുന്നത്. എല്ലാത്തിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു റൈസ് വാട്ടർ ആണെങ്കിലും നമ്മുടെ ഫേസിൽ വെറുതെ അപ്ലൈ ചെയ്യുന്നതൊക്കെ അറിയാമല്ലോ, നിങ്ങൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് വെറുതെ കഞ്ഞിവെള്ളം എടുത്തിട്ട് ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണത് നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട് കുറയാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ടും ഗ്ലോ ആയിട്ടൊക്കെ വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിക്കവാറും പല പ്രൊഡക്റ്റും നമ്മുടെ റൈസ് വാട്ടറൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ നമ്മൾ അരിപ്പൊടിയും കൊണ്ടൊക്കെ ഫേസ് പാക്ക് ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മളുടെ ചോറൊക്കെ ആണെങ്കിലും അത് കുറച്ച് കഞ്ഞിവെള്ളം കൂട്ടി അരച്ച് കുറച്ചുകൂടെ തേനൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലൊരു ഫേസ് പാക്കും കൂടെയാണ് കേട്ടോ. ഞാൻ പണ്ടൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ഫേസ് പാക്കിൻ്റെയൊക്കെ വീഡിയോ ചെയ്യായിരുന്നു. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് അങ്ങനെയൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയില്ല, എനിക്കിങ്ങനെ നാച്ചുറൽ DIY ഒക്കെ ചെയ്യാൻ ഭയങ്കരമായിട്ട് മടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ കൂടുതലായിട്ടും മിക്കവാറും പ്രൊഡക്റ്റുകളാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ട് നമ്മളുടെ ഇതാണ് ഞാൻ പറഞ്ഞ റൈസ് വാട്ടറിൻ്റെ റേഞ്ചിൽ വരുന്നത്. പിന്നെ വേറെ ഒന്നുള്ളത് നമ്മളുടെ മമേർത്തിൻ്റെ കൊക്കോ റിച്ച് മോയ്സ്ചറൈസിങ് ക്രീമാണ്. അതിൽ നമുക്ക് വിറ്റാമിൻ ഇയും കൂടെ വരുന്നുണ്ട്. ഈ ഇതിൽ മാത്രമാണ് നമുക്കൊരു കൊക്കോ ആ ഒരു സ്മെല്ല് കിട്ടുന്നത് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിലെ കൊക്കോ ഓയിൽ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ വിറ്റാമിൻ ഇ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ വിറ്റാമിൻ ഇ തന്നെ ശരിക്കും എന്തെങ്കിലും പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ക്യാപ്സ്യൂളൊക്കെ ആയിട്ട് കിട്ടുമല്ലോ, അത് നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടൊക്കെ നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഹെയർ ഗ്രോത്തിനൊക്കെ ആണെങ്കിലും വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി സംഭവമാണ്. അപ്പോൾ വിറ്റാമിൻ ഇയും കൊക്കോ അതൊക്കെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. അപ്പം എല്ലാം തന്നെ ഞാൻ മിക്കവാറും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം ബോട്ടിൽ കാലിയാവാനായി നമ്മുടെ മമേർത്തിൻ്റെ വിറ്റാമിൻ സിയിൽ വരുന്നതാണ് കേട്ടോ. അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ബീട്രൂട്ട് റേഞ്ചിൽ വരുന്നതാണ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തത്, അപ്പോൾ അമ്മ അത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കൂടുതലായിട്ടും എന്താ പറയുക ആ ഒരു സ്കിന്നിലേക്കാണ് കേട്ടോ ഇത് യൂസ് ചെയ്യാറ്. ഫേസിലേക്ക് ഞാൻ കൂടുതലും മിക്കവാറും നമ്മുടെ ഫേസിലേക്കുള്ള മോയ്സ്ചറൈസർ ഉണ്ടാവുമല്ലോ അതാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ നല്ല ഒരു മോയ്സ്ചറൈസിങ് ലൈറ്റ് ആയിട്ടുള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ സൈറ്റിലാണെങ്കിലും അങ്ങനെ മേടിക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള സ്റ്റോറുകളിൽ കിട്ടുന്നു പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ഈ ഒരു സ്കിൻ ഇഷ്യൂ പോലുള്ളത് ഭയങ്കര ഡ്രൈനെസ് ഒക്കെ ഉള്ളത് അവിടെ നിങ്ങൾ കുറച്ചധികം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. നമുക്ക് സ്കിന്ന് വലിയുന്ന സമയത്ത് മാത്രം എടുത്ത് തേക്കാണ്ട് എന്നും കുളി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഏത് മോയ്സ്ചറൈസർ ആണെങ്കിലും ഏത് ബോഡി ലോഷൻ ആണെങ്കിലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതിനുശേഷം പുറത്ത് പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കര വെയിലല്ലേ, ഒരു സൺസ്ക്രീനും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. എന്തായാലും എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.